റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ഡോക്ടർ നുസ്രത് ജഹാനും ചേരുന്നു. ഡോക്ടർ നുസ്രത് ജഹാൻ, അല്പം മുമ്പാണ് കാന്തപുരം AP അബൂബക്കർ മുസലിയാർ ഒരു വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടിയത്. അതിൽ അദ്ദേഹം പറയുന്നത് യമനിലെ മതപണ്ഡിതരുമായി സംസാരിച്ചു, ഇനി മോചനം സാധ്യമാകും. അതായത് ചാണ്ടി ഉമ്മൻ MLA വഴി പണം എത്തിക്കാമെന്ന് ചിലരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പണം എത്തിച്ച മോചനം സാധ്യമാകും എന്ന ഒരു സൂചന നൽകിക്കൊണ്ടാണ് വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. പക്ഷേ നിമിഷപ്രിയയ്ക്ക് വേണ്ടി തുടക്കം മുതൽ പോരാട്ടത്തിന് ഇറങ്ങിയ യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇതിലിടപെട്ടത് കേന്ദ്ര സർക്കാരാണ്. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സൗദി യമൻ ഭരണകൂടങ്ങൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ കാന്തപുരം AP അബൂബക്കർ മുസലിയാർ ഇടപെട്ടിട്ടില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഈ വേഷം കെട്ടൽ? അതെ, അതാ നമ്മുടെ കേരളത്തിലെ മതേതരത്തിന്റെ മറ്റൊരു നാടകം, അത്രയ്ക്കും പറഞ്ഞാൽ മതി. പിന്നെ വേറൊരെണ്ണം, അടുത്തൊരു ഫണ്ട് പിരിക്കാം. 2 ദിവസം മുമ്പ് ബോബി ചെമ്മണ്ണൂർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ ആളെ ഫണ്ടിന് വേണ്ടിയിട്ട് പിരിച്ചതിന്റെ ബാക്കി കൊടുക്കാന്ന് പറഞ്ഞ ഒരു സഹായം കൊടുക്കുന്ന സംഘടനയായിട്ട് ഒരു മാറുന്നുണ്ട്. അപ്പൊ 2-3 ആൾക്കാരെ വെളുപ്പിക്കാൻ വേണ്ടിയാണ് സംഭവം നടന്നത്. അത് കാന്തപുരം ഉസ്താദിനെ വെച്ചായി എന്ന് മാത്രം ഈ പ്രാവശ്യം. അപ്പോൾ നിമിഷപ്രിയന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ, നിമിഷപ്രിയന്റെ കേസ് ആദ്യം തൊട്ടേ ഇന്ത്യൻ എംബസിയും പിന്നെ മുഖാന്തരമാണ് എല്ലാ രേഖകളും കൈമാറിയതും. എല്ലാ പിരിച്ച പൈസയും ഇന്ത്യൻ എംബസി ത്രൂ ആണ് അവിടെ നോക്കിയത്. കാരണം ഇവരെ പാർപ്പിച്ചിരിക്കുന്ന ജയില് ഹൂത്തികളുടെ ഇടയിലാണ്. അവിടെ നമുക്ക് എംബസിയോ ഓഫീസുകളോ ഒന്നുമില്ല. അവിടെ പോയി ഒരാൾ സംസാരിക്കാനും ധൈര്യപ്പെടില്ല വേറെ. പിന്നെ അവർക്ക് ഒഫീഷ്യലി ലെറ്റർ എഴുതാനല്ലാതെ ഒരു എംബസിക്കും ഒരു രാജ്യത്തും പിന്നെ കുടുംബങ്ങൾക്ക് പോയി അതിൽ ഇടപെടാനുള്ള നയമില്ല. നയതന്ത്രത്തിന്റെ ഒരു ഭാഗമാണത്. അത് ഇന്ത്യൻ എംബസിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ഹോം മിനിസ്ട്രിക്കും അവിടുത്തെ രാജാവിനുമാണ്. അവിടെ ഈ പറയുമ്പോൾ യമനിൽ ഇപ്പൊ നമുക്ക് ഈ രാജാവ് പറഞ്ഞാൽ ഹൂതികളുടെ ഇടയിലുള്ള വിമതരുടെ ഇടയിലുള്ള ഒരു കേൾക്കൂല എന്നുള്ള ഒരു വശം നാട്ടിൽ മനസ്സിലാക്കിയോണ്ട് അവിടെ പോയി സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് ഈ സാമുവൽ ജെറോം തന്നെ പറയുന്നുണ്ടായിരുന്നു, നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു പ്രശ്നം വന്നു. ഈ സംഗതിനെയാണ് ഇവരിപ്പം മുതലെടുത്തത്. ഇതിനെ അവിടെ പോയി സംസാരിക്കാൻ ഒരു സൂഫിയെ ഏൽപ്പിച്ചു. സൂഫിയെ ഏൽപ്പിച്ചു, സംസാരിക്കാൻ പോയിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ ഇല്ല പറയണേ. അല്ല, സാമുവൽ ജെറോം പറഞ്ഞത്, അതായത് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബമായിട്ടോ വീട്ടുകാരുമായിട്ടോ ഇതുവരെ ആശയവിനിമയം നടത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഇതൊരു ഹോട്ട് ടോപ്പിക്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നാളത്തെ വധശിക്ഷ കാണാൻ ആ ഗ്രാമത്തിലുള്ളവർ തിരിച്ചു എന്നും പറയുന്നു. ഗ്രാമത്തിലുള്ളവർ അറിഞ്ഞിട്ടില്ല ഈ വധശിക്ഷ നീട്ടിവെച്ചത്. അപ്പോ അത്രയും വൈകാരികമായിട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഇവിടെ കേരളത്തിൽ ഇരിക്കുന്ന ഒരു മത പുരോഹിതന് എങ്ങനെയാണ് ഒരു തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്നത്? അതായത് അവിടെയുള്ള പണ്ഡിതനുമായിട്ട് സംസാരിക്കുമ്പോൾ അപ്പം തന്നെ ആ ഒരു സന്ദേശം കുടുംബത്തിലേക്ക് കൈമാറുന്നു. അതോടുകൂടി അവർ സമ്മതിക്കുന്നു. ഈ വധശിക്ഷ നീട്ടിവെക്കണമെങ്കിൽ അത് ആ ഭരണകൂട തലത്തിൽ മാത്രമല്ലേ തീർപ്പാക്കാൻ പറ്റുള്ളൂ. ഒരു മതപണ്ഡിതൻ ഇടപെട്ടത് കൊണ്ട് അത് അങ്ങ് അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇവരെ വിചാരം അത് മതപണ്ഡിതനും തമ്മിലുള്ള കാര്യമാണെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊട്ടി ഘോഷിക്കുന്നത്. ഇന്നലെ ഇന്നും നിമിഷപ്രിയയും പിന്നെ ഉസ്താദും അല്ലാത്ത ഒരു സാധനം ഒരു പിന്നെ മാധ്യമത്തിൽ വന്നിട്ടില്ല. ഫുൾ അവിടത്തെ കേരളത്തിലേട്ടല്ലോ, വേറെ എവിടെയല്ല. അപ്പൊ ഇവര് ഈ ഒരു കൂട്ടരും മാധ്യമങ്ങൾ ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി നടക്കുന്നതാ. കാരണം ഇതിനെ സഹായിച്ചു, കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. അമിത്ഷാ മോദി ആദ്യം തൊട്ടേ ഇതിനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഇവർ ഈ പൈസ കൈമാറിയത്. അബ്ദുൾ റഹീമിന്റെ വിഷയം പോലെയല്ല ഇത്. അത് അവരാണ് കൈമാറിയത്. എവിടെ പോയി പൈസ എന്ന് ആർക്കും അറിഞ്ഞൂടാ. ഇപ്പൊ പറയണതും അയാളെ പിന്നെയും നീട്ടിന്നുള്ള. അപ്പൊ ആ കേസ് പോലെ ആക്കി ഇത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാ. ഇതിൽ ഭയങ്കര ഡ്രാമ കളിച്ചു നോക്കിയ 24 മണിക്കൂറിന്റെ ഡ്രാമ ഇന്ന് പൊളിയുന്നു നമുക്കൊക്കെ ഉറപ്പായിരുന്നു. കാരണം അത്
അവിടുത്തെ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെ അൽഹംദുലില്ലാ നമ്മുടെ ഈ രാജ്യത്തിന്റെ ഈ പിന്നെ നടപ്പിലാക്കുന്നതിനുള്ള കാര്യങ്ങൾ ഒന്ന് നീട്ടിവെച്ചു എന്ന് മാത്രമാണ് ആ ലെറ്റർ കോർട്ട് പബ്ലിഷ് ചെയ്ത്. അല്ലാതെ ഇത് റദ്ദാക്കി എന്നല്ല. പിന്നെ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ വധശിക്ഷ റദ്ദാക്കിയത് ഒരു സൂഫിക്കും ഒരു കുടുംബത്തിനും ആർക്കും മാപ്പ് കൊടുത്താലും അത് സാധിക്കില്ല. സാധിച്ചാലും ആ മാപ്പ് കൊടുത്താലും അത് ആ രാജാവും കൂടി അറിയണം. രാജാവ് ത്രൂ മാത്രമേ ഇത് നടക്കാൻ പാടുന്നുള്ള 100% നിയമമുണ്ട്. രാജ്യത്തിന്റെ നിയമം പോലും അറിയാത്തവരാണ് ഇവിടെ ഇരുന്ന് നന്മമകരങ്ങളായി പൈസ കളക്ട് ചെയ്യാൻ ഒരു കൂട്ടർ ഞങ്ങൾ കളക്ട് ചെയ്യട്ടെ ചോദിച്ചിട്ട് മറ്റൊരു കൂട്ടർ ഇങ്ങനെ ഇറങ്ങുക പൈസ കൊണ്ട് നടക്കുന്നുള്ള ഒരു സംഗതി ഉണ്ടാക്കി. അതേപോലെ സുന്നി പണ്ഡിതനും സൂഫി ഇടപെട്ടാൽ ഇത് നടക്കും, ഒരിക്കലും നടക്കൂല. ഇത്രയും വലിയൊരു ക്രൂര കൊലപാതകമാണ്. അത് കോടതി തന്നെ വിചാരിക്കണം, രണ്ട് ഗവൺമെന്റുകൾ തമ്മിൽ വിചാരിക്കണം. ഗവൺമെന്റ് പറയുമ്പോൾ എംബസി മാത്രം പോരാ. ഞാൻ ഇതേപോലെ ഒരു കേസിൽ ഇടപെട്ട അന്ന് ഹോം മിനിസ്റ്റർ ലെറ്റർ മേടിച്ചോണ്ട് വരാനാണ് അവർ പറഞ്ഞത്. അവിടുത്തെ ഹോം മിനിസ്റ്ററിനെ കണക്ട് ചെയ്തു, ഖത്തറിലുണ്ടായേ ഇവിടുത്തെ ഹോം മിനിസ്റ്റർ എഴുതണം. ഇത്രയും നയതന്ത്രങ്ങൾ ഇങ്ങനെയാ പോണേ. കൊലപാതക കുറ്റത്തിൽ തൂക്കിക്കൊല്ലാനോ ജീവപര്യന്തം ശിക്ഷിച്ചോരെയൊക്കെ ചെയ്യണ ഇതാണ്. അപ്പൊ ഇത് വലിയൊരു നാടകമായിരുന്നു. വയസ്സായ അയാൾ മര്യാദയ്ക്ക് അവിടെ എവിടെ ഇരുന്നോട്ടായിരുന്നു. അതിനപ്പോ അദ്ദേഹത്തിന് അതിലേക്ക് വലിച്ചഴിച്ച് ആരാണോ ഈ നാടകം ഉണ്ടാക്കിയത് നമുക്കറിഞ്ഞൂടാ. ഇത് ഒരിക്കലും നടക്കാത്തതാണ്. മാധ്യമങ്ങൾ ആഘോഷിക്കുന്നവർ ഇപ്പോഴും എഴുതണോ ഇതാണ് കാന്തപുരത്തിന്റെ അവകാശവാദം അത് പൊളിച്ചുകൊണ്ട് വീണ്ടും സാമുവൽ ജെറോം രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ചർച്ചകളൊക്കെ നടന്നത് സർക്കാർ തലത്തിൽ മാത്രമാണ്, ഭരണകൂട തലത്തിൽ മാത്രമാണ് ചർച്ചകൾ നടന്നത് എന്ന് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി തുടക്കം മുതൽ പ്രവർത്തിക്കുന്ന സാമുവൽ ജെറോം ആവർത്തിച്ച് പറയുന്നു. പക്ഷേ ഇവിടെ മലയാളത്തിലെ ഞങ്ങളൊഴിച്ചുള്ള എല്ലാ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് കാന്തപുരം AP അബൂബക്കർ മുസലിയാറിൻ്റെ ഇടപെടലിനെ തുടർന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്നാണ്. കള്ളം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭീഷ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് തൂക്കുകാർ വിധിച്ചില്ലേ, അതൊക്കെ ഒന്ന് AP ഉസ്താദിനോട് പോയി റദ്ദാക്കാൻ പറയും. അതൊരു ഗവൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ഗവൺമെന്റ് തലത്തിൽ പോയല്ലാതെ ഒരു വ്യക്തി പറഞ്ഞിട്ട് നമ്മളെല്ലാവരും വിമോചിപ്പിക്കാൻ തെറ്റ് ചെയ്തവനെ തൂക്കുമരത്തുനിന്ന് മാറ്റാൻ നോക്കുക എന്ന് പറയുന്നത് നല്ലൊരു നയല്ല. അപ്പൊ ഇവര് ശരിയാലോനെ എതിർക്കല്ലേ ചെയ്യണേ? അതും ഇവിടെ ഒരു ചോദ്യമാണ് ഇൽജി. ശരിയത്ത് നിയമമാണ് അവിടെ നടപ്പാക്കണത്. ഇവിടെ ശരിയത്ത് നിയമം ഇല്ലാത്തതുകൊണ്ടാണ് തൂക്കിക്കൊല്ലാത്തതെന്ന് പറയണ ഇവര്. എന്തുകൊണ്ട് അവിടുത്തെ ലോനെ പൊളിക്കാൻ വേണ്ടി ഇവിടുത്തെ ഇസ്ലാമിക പണ്ഡിതരും ഇവിടുത്തെ സുഡാപ്പികളും പോകുന്നു? ശിക്ഷ കൊടുക്കണല്ലോ അങ്ങനെയാണെങ്കിൽ. അതിന്റെ ചോദ്യത്തിന് ഉത്തരം AP ഉസ്താദ് തരണോ? അദ്ദേഹം ലോ അനുസരിക്കാത്ത ഒരു പണ്ഡിതനാണോ എന്നുള്ളത് നമുക്ക് അറിയേണ്ട ഒരു ആവശ്യവും ഈ കൂട്ടത്തിലുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി ഡോക്ടർ നുസ്രത്ത് ജഹാൻ പ്രതികരിച്ചതിന്.